മകളെ കൊന്നവർ ആരെന്നറിയാതെ, മകൾക്ക് നീതി ലഭിക്കാൻ ഇനിയും ഏത് വാതിലാണ് മുട്ടേണ്ടതെന്നറിയാതെ സൗജന്യയുടെ മാതാപിതാക്കൾ നിന്നു. അതിനിടെയാണ് ആ നിർണായക ഇടപെടലുണ്ടായത്. ഫെബ്രുവരി 27-നാണ് കണ്ടന്റ് ക്രിയേറ്ററായ സമീർ MD തന്റെ യൂട്യൂബ് ചാനലായ ദൂതയിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഹെഡ്ഗെ കുടുംബത്തിന്റെ പേര് സമീർ വീഡിയോയിൽ എവിടെയും പറയുന്നില്ല. എന്നാൽ കേസിൽ അവർക്ക് പങ്കുണ്ടെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു ആ വീഡിയോ കോടിക്കണക്കിന് പേർ കണ്ടു. കർണാടകയിൽ സൗജന്യ കേസ് വീണ്ടും ചർച്ചയായി. സമീർ വീഡിയോയിൽ സ്വന്തമായി കണ്ടെത്തലുകളോ അവകാശവാദങ്ങളോ ഒന്നു തന്നെ ഉന്നയിക്കുന്നില്ല. പകരം പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി കുറ്റകൃത്യവും തുടർന്നുണ്ടായ അന്വേഷണത്തിലെ പാളിച്ചകളും വിശദമായി പറയുന്ന 39 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടത്. വീഡിയോയ്ക്ക് ലഭിച്ച വൻ സ്വീകാര്യത പക്ഷേ കർണാടകയിലെ ഒരു വിഭാഗം ജനങ്ങളെ ചൊടിപ്പിച്ചു. സമീറിന്റെ മതപരമായ വ്യക്തിത്വം ഉയർത്തിക്കാട്ടി അതിനെ ഒരു വർഗീയ പ്രശ്നമാക്കാൻ അവർ ശ്രമിച്ചു. ഒരു ക്ഷേത്ര നഗരത്തെക്കുറിച്ച് അത്തരമൊരു വീഡിയോ ചെയ്ത സമീറിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത അവർ സൗജന്യയുടെ കുടുംബം പണം നൽകി ചെയ്യിച്ച വീഡിയോ ആണതെന്ന് വരെ പ്രചരിപ്പിച്ചു. മാർച്ച് 5-ന് 25-കാരനായ സമീറിനെതിരെ ബല്ലാരി പോലീസ് മതവികാരം വ്രണപ്പെടുത്തിയതിന് FIR രജിസ്റ്റർ ചെയ്യുകയും നോട്ടീസ് അയക്കുകയും ചെയ്തു. സൗജന്യയുടെ കേസിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിനും ആ കുടുംബത്തിനുമെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് FIR-ൽ പറയുന്നത്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും രേഖകളും പരിശോധിച്ചതിനു ശേഷമാണ് സൗജന്യയെക്കുറിച്ച് വീഡിയോ ചെയ്തതെന്നും അതിനാൽ നോട്ടീസിനെ ഭയക്കുന്നില്ലെന്നുമായിരുന്നു സമീറിന്റെ പ്രതികരണം. മാർച്ച് 6-ന് ഹൈക്കോടതി പോലീസ് നോട്ടീസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തു. തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്ന സൗജന്യ വധക്കേസ് സമീറിന്റെ വീഡിയോയിലൂടെ വീണ്ടും ചർച്ചയാവുകയാണ്. അതിനൊപ്പം മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലും.